കാണുന്നൊരു കാര്യമുണ്ട്. പേഷ്യന്റ് നിങ്ങൾ പേഷ്യന്റും അവർ ഡോക്ടറും ആവുന്നൊരു ഇത് കണ്ടിട്ടുണ്ട്. അവർ വന്നിട്ട് അവരെ ചോദ്യങ്ങൾ കണ്ടാൽ അതെങ്ങനെയാണ്? അത് ഗൂഗിളിൽ ഗൂഗിളിൽ പലതും സെർച്ച് ചെയ്തിട്ട് അവര് അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടി വരുന്നതാണ്. ചില ആൾക്കാർക്ക് എനിക്ക് വിവരമുണ്ടോ എന്ന് അറിയേണ്ടി വരും, ചില എന്റെ വിവരം അവർക്ക് കിട്ടേണ്ടിട്ട് വരും. പല രീതിയിലുണ്ട്. അത് നമ്മൾ അധികം മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ നമ്മള് എന്താ വെച്ചാൽ ചെറിയ ആൾക്കാർക്ക് ഇങ്ങനെ വെറുതെ നമ്മളെ മലയാള ഭാഷ കുറെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഒരു ഞാൻ മാത്രമല്ല, ഏത് ഡോക്ടറായി കഴിഞ്ഞാലും ചെറിയൊരു അവഗണന കിട്ടും ആ പേഷ്യന്റ്. നമ്മള് കാര്യമായിട്ട് എങ്ങനെയെങ്കിലും ആ പേഷ്യന്റ് അവിടെ ഒഴിവാക്കാം, എവിടെയെങ്കിലും പോയിട്ട് വേറെ എവിടെയും കാണിച്ചോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പൊ പരമാവധി നമ്മൾ ആ ഒരു ഇന്ററാക്ഷൻ ഉണ്ടല്ലോ. ഞാനിപ്പോ പേഷ്യന്റ് ആയിട്ട് ഞാൻ എൻ്റെ ഒരു സീനിയർ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറാണെന്നുള്ള ഭാവം ഞാനൊരു പേഷ്യന്റ് ആയിട്ടാണ് പോകുന്നത്. അവരുടെ അടുത്ത് വേണ്ട സഹായം നമുക്ക് വേണം. അപ്പം അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ പെരുമാറി നമുക്ക് വളരെ സമയത്തോടെ സംസാരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഒന്നും വിട്ടിട്ട് പോയി എന്നിട്ട് നമുക്ക് വേറെ ഡോക്ടറെ അടുത്ത് പോകാം. കൊളസ്ട്രോൾ ഉള്ളവർക്ക് മാത്രമേ ഹാർട്ട് അറ്റാക്ക് വരുള്ളൂ എന്നുള്ളത് ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു ചിന്തയാണ്. അതല്ല, ഏറ്റവും വലിയ ശാസ്ത്രവും ഇതാണ് ഡയബറ്റിസ്, പഞ്ചസാര. അതാണ് ഹാർട്ട് അറ്റാക്കിന് ഏറ്റവും കൂടുതൽ വരുന്നത്. പഞ്ചസാര ഉണ്ടായി കഴിഞ്ഞാൽ കാലങ്ങൾ കഴിയുമ്പോൾ അത് കൊളസ്ട്രോൾ ആവും, ബ്ലഡ് പ്രഷർ ആവും, പിന്നെ നമ്മൾ എല്ലാ സിസ്റ്റത്തിലേക്കും അത് ബാധിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പ്രവാസികൾ ആരും പ്രത്യേകിച്ച് ഞാൻ വിചാരിക്കുന്ന ഇവിടെയൊക്കെ കൂടുതലും നല്ല പല രീതിയിലും പുറമെ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, അതെ അതെ, അവരൊക്കെ ആകുമ്പോൾ ചിലപ്പം ഫിസിക്കലി അവർ ഭയങ്കര ഫിറ്റ് ആയിരിക്കും. കിഡ്നി സ്റ്റോൺ നിങ്ങളുടെ മേഖലയിൽ ഏറ്റവും കൂടുതൽ വരുന്ന അസുഖമാണ് കിഡ്നി സ്റ്റോൺ. കിഡ്നി സ്റ്റോൺ വരാനുള്ള മെയിൻ കാരണം വെള്ളത്തിന്റെ കുറവ്, വെള്ളം ഉപയോഗം. പിന്നെ നമ്മളിപ്പം ചൂടൊക്കെ ആകുമ്പോൾ ഒരുപാട് വിയർപ്പിലൂടെ വെള്ളം നഷ്ടപ്പെടാറാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് കിഡ്നി സ്റ്റോൺ മൂത്രത്തിന്റെ സാന്ദ്രത കൂടിയിട്ട് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. ആ ക്രിസ്റ്റൽസ് പിന്നെ കല്ലായി മാറും. പല രീതിയിലുള്ള ക്രിസ്റ്റൽസ് ഉണ്ട്. അപ്പം യൂറിക് ആസിഡ് ഉള്ള ഒരാളാണെങ്കിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഉണ്ടാവും. അത് കിഡ്നിയുടെ ഉള്ളിൽ അടിഞ്ഞു കൂടി അത് കല്ലായി മാറി മൂത്രക്കല്ലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ പാരമ്പര്യം ഒരു വലിയൊരു വിഷയമാണ്. മൂത്രക്കല്ല് പാരമ്പര്യമുണ്ട്. ഷുഗറും കൊളസ്ട്രോളൊക്കെ പോലെ തന്നെ ചെറിയ ആൾക്കാർക്ക് പല മെറ്റബോളിസം, ഓക്സിലേറ്റ് മെറ്റബോളിസം, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മെറ്റബോളിസം. അതിനനുസരിച്ചിട്ടുള്ള കല്ലുകൾ നമ്മൾ കിഡ്നിയിലേക്ക് രൂപാന്തരപ്പെടും. അതോടനുബന്ധിച്ച് ഇൻഫെക്ഷൻ വരാം. കല്ല് എവിടെയെങ്കിലും നമ്മളെ കുഴലിൽ വരഞ്ഞിട്ടോ മറ്റോ അവിടെ ഇൻഫെക്ഷൻ വരാം. ഒരുപാട് സാധ്യതകളുണ്ട്. ഈ പ്രവാസികളിൽ ഈ വെയിലത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, പുറമേക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർ നന്നായി വെള്ളം കുടിക്കുക, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇത്. പിന്നെ യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യുക, പിന്നെ ഫുഡ് നിയന്ത്രണം, ഉപ്പിന്റെ അംശം കുറക്കുക, റെഡ് മീറ്റ്, പരിപ്പ്, കടല ഐറ്റംസ് ഒക്കെ കുറക്കുക, കഴിക്കാതിരിക്കുക, എല്ലാം കഴിക്കണം. എല്ലാത്തിനും ഒരു മിതത്വം പാലിക്കുക എന്നതാണ് നമ്മൾ മൂത്രക്കല്ലിന് ആൾക്കാരോട് അഡ്വൈസ് ചെയ്യാറുള്ളത്. അപ്പം വീണ്ടും ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാര, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, പിന്നെ ഈവൺ യൂറിക് ആസിഡ് പോലും ഹാർട്ടിന് പല രീതിയിൽ വളരെ കുറവാണ്. വലിയൊരു വിഷയമൊക്കെ എടുക്കണം. ഓക്കെ, പിന്നെ ഇതിന്റെ സിംറ്റംസ് എല്ലാവർക്കും അറിയാം. ആദ്യമായിട്ട് നമുക്ക് നെഞ്ചുവേദന അനുഭവപ്പെടും അല്ലെ. ഇത് 6 മാസം മുന്നേ സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ ചെയ്തില്ല. ഒരാൾക്ക് പെട്ടെന്ന് അസ്വസ്ഥത വന്നു, ഒരു നെഞ്ചുവേദന. നെഞ്ചുവേദനയുടെ പ്രകൃതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പിടിച്ച് മുറുക്കുന്ന വേദനയായിരിക്കും ഹാർട്ട് അറ്റാക്ക്. അതോടനുബന്ധിച്ച് അത് വ്യാപിക്കും, നമ്മുടെ ജോയിന്റെ ഭാഗത്തേക്ക് വേദന വരും. അതോടനുബന്ധിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക്, നമ്മുടെ ആമിന്റെ സൈഡിലേക്ക് വരും, പിന്നെ പുറത്ത് ഈവൻ താഴോട്ടേക്ക് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ സ്വെറ്റിംഗ്, വിയർപ്പ് വരാം. പിന്നെ അതോടനുബന്ധിച്ചിട്ടുള്ള ഡിസിനസ്, തലകറക്കം, ഇതൊക്കെയാണ് പെട്ടെന്ന് ഉണ്ടാവുന്ന അറ്റാക്കിൽ വരുന്ന സൈൻസ്. ഓക്കെ, വോമിറ്റിംഗ് വരാം, പക്ഷെ കൂടുതലായിട്ട് നോസിയ ഉണ്ടാവും, ഓക്കാനം പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒന്നും ഗ്യാസാന്ന് പറഞ്ഞ് നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി വേണ്ട ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതാണ്. അപ്പൊ അടുത്ത് ഒരു ക്ലിനിക് ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്, ഒരു 2-3 കിലോമീറ്ററിന്റെ വ്യത്യാസം. ഓടിക്കൂടി ഹോസ്പിറ്റലിലേക്ക് ക്ലിനിക്ക് പോകാൻ. കാരണം വെച്ചാൽ ക്ലിനിക്കിൽ നമുക്ക് പരിമിതികളുണ്ട്. നമുക്ക് അവിടെ നിന്ന് ECG ഒക്കെ എടുക്കാം, പിന്നെ ഇമീഡിയറ്റ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാന്നല്ലാതെ ഒരു പെട്ടെന്നുള്ള ഒരു CPR കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്താം. പെട്ടെന്ന് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റും. ഇതൊക്കെയാണ് എനിക്ക് ഹാർട്ട് അറ്റാക്കിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ മെയിനായിട്ട്
ഇത് ഉണ്ടാക്കാനുള്ള 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഷുഗറും കൊളസ്ട്രോളും ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പം ഇത് നമ്മളെ പ്രിവെൻഷനാണ് ഏറ്റവും വലുത്. രോഗം വന്ന് ചികിത്സിക്കൽ വേറെ കാര്യം. ഈ പ്രിവെൻഷനെ കുറിച്ച് എനിക്ക് നമുക്ക് കൂടുതൽ പറയാറില്ല. ഒന്ന്, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്, നല്ല പഴവർഗ്ഗങ്ങളും ഈ നമ്മുടെ ഇറച്ചിയും ഇതൊക്കെ മാക്സിമം കഴിക്കണം എന്നാണ് പറയുന്നത്. എല്ലാം കഴിക്കണം. നമ്മളെ പഠിച്ചു ഈ പല്ലിൻ്റെ ആകൃതി തന്നെ ഇറച്ചിയും മീനും മാംസവും എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മളെ പഠിച്ചിരിക്കുന്നത്. അപ്പം എല്ലാം വേണം, പക്ഷെ ഒന്നും അധികമാവാതെ നോക്കുക. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഒന്ന്. രണ്ടാമത് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന, ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മളൊരു പുറമെ വർക്ക് ചെയ്യുന്നതിന് നല്ല ഹാർഡ് വർക്കാണ്, ഞാൻ എന്തിന് എക്സസൈസ് ചെയ്യണം, അത് അയാളുടെ ദിനചര്യപ്പെട്ടതാണ് ആ ഹാർഡ് വർക്ക്. അപ്പൊ അത് ചിലപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്നില്ല, എന്നാലും ഓക്കെയാണ്. പക്ഷെ എക്സസൈസും കാര്യങ്ങളൊക്കെ വേറെ തന്നെയാണ്, അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വെയിറ്റ് ഉള്ള ആൾക്കാർ വെയിറ്റ് കൺട്രോൾ ചെയ്യുക. നമ്മളൊരു ബോഡി മാസ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അത് ഒരു 25-26 കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യുക. മാക്സിമം 30. അതിൻ്റെ മേലെ കഴിഞ്ഞാൽ പിന്നെ ഓവർ വെയിറ്റ് ആയി നമുക്ക് പല മെറ്റബോളിക് ഡിസോർഡേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ബ്ലഡ് പ്രഷർ, ആർക്കെങ്കിലും ചെറിയ രീതിയിൽ ബ്ലഡ് പ്രഷർ, ഫോർ എക്സാമ്പിൾ ഒരു 140/90 ഒരാളുടെ ബ്ലഡ് പ്രഷർ കുഴപ്പമില്ല, പക്ഷെ അത് ഒരു എന്താ പറയുക സൂചനയാണ്. അപ്പം 140/90 ഉള്ള ആൾക്കാർ എപ്പോഴും മോണിറ്റർ ചെയ്യണം. മാസത്തിൽ ഒരിക്കലെങ്കിലും ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുക. അത് 42-44 ആയി കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറെ അടുത്ത് അങ്ങോട്ട് പറയണം എന്തെങ്കിലും തന്നേക്ക് അതിന്റെ മെഡിസിൻസ്. പിന്നെ അങ്ങോട്ടേക്ക് ഡേഞ്ചർ 160-170 ഉള്ളതും 144 ഉള്ളതും ഏകദേശം ആ സമയം വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചിലർക്ക് ഒരു വർഷം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഓർഗൻ ഡാമേജ് ഉണ്ടാകുന്നത് 144 ഉള്ളവർക്ക് 2 വർഷം എടുക്കില്ല. ആ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് അതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. പിന്നെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ എഴുതുമ്പോൾ ഉണ്ടാകുന്നൊരു അവഗണനയാണ്. എന്തെങ്കിലും ഒരു കൊളസ്ട്രോൾ ഒക്കെ നല്ല ഹൈ ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ എടുക്കും, വേണ്ട ഞാൻ അപ്പം 2-3 പ്രാവശ്യം പറയും. നമ്മളതിന്റെ കോംപ്ലിക്കേഷൻസ് മാക്സിമം ഒന്നാമത് നമുക്ക് തിരക്കായിരിക്കും. 10-ലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓറാനാണെങ്കിൽ പോവുകയാണെങ്കിൽ കുറച്ച് സമയം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് സമയം കിട്ടൂല. അപ്പൊ മാക്സിമം ഒരു പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിധിയുണ്ട്. അപ്പുറത്തെ പേഷ്യന്റ് ഇങ്ങനെ നിൽക്കുകയായിരിക്കും അടുത്ത കയറാൻ വേണ്ടി. അപ്പൊ കുറെ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് തന്നെ മടുക്കും. എന്നാ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, ഒരു 2 മാസം കൂടെ നോക്കും. ഈ 2 മാസത്തിലായിരിക്കും അവർക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നത്. നമ്മൾ ആയുർവേദ സാധനം എടുത്ത് നോക്കിയിട്ട് അവിടെ ഒന്നും കാണില്ല. അതിലെന്തൊക്കെയാ കണ്ടന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. സൈഡ് എഫക്ട്സ് എടുത്താൽ ഇതിന്റെ ട്രാൻസ്പെറൻസി മോഡേൺ മെഡിസിന്റെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലീഗലി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് കൂടുതൽ. എന്നാലും ഞാൻ പറഞ്ഞില്ല, ഒരാൾക്ക് എന്തെങ്കിലും ചോദിച്ചല്ലോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അതിപ്പോ നമ്മൾ ഈ വാക്സിനേഷനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ 1,00,000 ആളെ രക്ഷിച്ചിട്ട് ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതാണ് നമുക്ക് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. അതങ്ങനെ കാര്യമാണ്. അപ്പം ഈ സ്ഥിരം കഴിക്കുന്ന ക്രോണിക് മെഡിക്കേഷൻസ്, പ്രഷറിന്റെ ഷുഗറിന്റെ കൊളസ്ട്രോളിന്റെ നമ്മൾ അവഗണിക്കാതെ കഴിക്കണം. പിന്നെ കഴിച്ചാൽ സ്ഥിരം കഴിക്കേണ്ട വരുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും വലിയ കൊടുക്കുന്നത്. അത് ഭയങ്കര ആൻസർ ഇല്ല. ഒന്ന് ആ ചോദിക്കാനേ പാടില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ ഓരോരോ മെഡിസിൻ പോലെ അതിന്റെ ഒരു ഹാഫ് ലൈഫ് ഉണ്ട്. ഒരു മെഡിസിന് ആ വർക്ക് ചെയ്യുന്ന സമയം ചിലത് 24 മണിക്കൂർ, അല്ലെങ്കിൽ 12 മണിക്കൂർ, അല്ലെങ്കിൽ 48 മണിക്കൂർ. 48 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് പുറത്തുള്ളത്. പിന്നെ അതോടൊപ്പം കഴിഞ്ഞാൽ അതിന്റെ പണി കഴിഞ്ഞാൽ അത് പോയി. ഓക്കെ, പിന്നെ അടുത്ത ഫുഡിനെ അല്ലെങ്കിൽ അടുത്ത ലൈഫിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന അടുത്ത മെഡിസിനാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത് സ്ഥിരം കഴിക്കേണ്ടി വരുന്നത്. അസുഖം കാരണം ഗുളിക കഴിക്കുന്നത്, ഗുളിക കാരണം ഒന്നും അസുഖമല്ല. അതുകൊണ്ട് അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ക്രോണിക് ഡിസീസ്, അതായത് ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, ഹാർട്ട്, തൈറോയിഡ് എന്ന് വേണ്ട അസുഖങ്ങൾക്ക് സ്ഥിരം മെഡിസിൻ കഴിക്കേണ്ടി വരും. ഇപ്പൊ നമുക്കിപ്പം പറയാം ഒരു 3 മാസം കഴിച്ച് നോക്കാന്ന് പറയണ്ടോ, 3 മാസം കഴിച്ച് നിർത്തുന്ന് പറയാൻ പാടില്ല. നമുക്ക് നോക്കി വേണ്ട പോലെ ചെയ്യാം. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അതോടൊക്കെ ശരിയാവാറുണ്ട്. അപ്പം ആ ഒരു പീരീഡ് ഫസ്റ്റ് ഷുഗർ ആയാലും കൊളസ്ട്രോൾ ആയാലും BP ആയാലും ഡോക്ടർ 3 മാസം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, എൻ്റെ ഡോക്ടറെ ഫോളോ അപ്പ് ചെയ്യുക. ചിലപ്പോൾ ഡോക്ടർ നിർത്തി നോക്കും 1-2 ആഴ്ച. ഓക്കെ ആണെങ്കിൽ 1 മാസം കൂടി നിർത്തി നോക്കാം. ചിലപ്പോൾ അതോടെ നിന്ന് കിട്ടും. ഇല്ലെങ്കിൽ കൺട്രോൾ ഇല്ലാത്ത ആൾക്കാരൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വേറെ ചോദ്യങ്ങളായിട്ട് നിങ്ങളുണ്ടോ? എന്തായാലും മെഡിസിൻ അല്ലത്. ന്യൂറോബയോളജി നമുക്ക് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിന് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ചുട്ടുപൊള്ളൽ